أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. ഏറെ സ്നേഹാദരനായ നേതാക്കൾ, ഈ പ്രസ്ഥാന മാർഗത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ധാരാളം പ്രഭാഷണങ്ങളിലൂടെ രക്തസാക്ഷിത്വങ്ങളെ കുറിച്ചും യഹ്യാ സിൻവാറിനെ കുറിച്ചും ഫലസ്തീനിലെ അനേകായിരം വരുന്ന രക്തസാക്ഷികളായ ശുഹദാക്കളായ മനുഷ്യരെ കുറിച്ചും അവരുടെ പോരാട്ടങ്ങളെക്കുറിച്ചും ചരിത്രത്തെയും വർത്തമാനത്തെയും കുറിച്ചും നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുന്നു. അവിടെയും യഹ്യാ സിൻവാർ അടക്കമുള്ള രക്തസാക്ഷികളുടെ രക്തസാക്ഷിത്വം നമ്മുടെ മുന്നിലേക്ക് ഉയർത്തിവിടുന്ന ചില ചോദ്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും സുപ്രധാനമായ ഒരു ചോദ്യമായി ഞാൻ മനസ്സിലാക്കുന്നു, നിങ്ങൾക്കൊരു പക്ഷേ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവിക്കാൻ കഴിയും എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. അതിനൊരു പക്ഷേ ഈ സമ്മേളനം നിങ്ങൾക്ക് വലിയ വഴിയടയാളവും വെളിച്ചവുമായി മാറും. അതേസമയം നിങ്ങൾക്ക് അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങളുടെ ജീവൻ തന്നെയും ത്യജിച്ച് രക്തസാക്ഷിത്വം വരിക്കാൻ നിങ്ങൾക്ക് സന്നദ്ധതയുണ്ടോ എന്ന ചോദ്യം കൂടിയായി ഈ ഒത്തുചേരൽ മാറണം എന്നുകൂടിയാണോ നമ്മൾ ഒരുപക്ഷെ അതിനെക്കുറിച്ച് ആഗ്രഹിക്കേണ്ടതും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അഥവാ പ്രവാചകൻ തന്നെയും പരിചയപ്പെടുത്തുന്ന പോലെ ആ രക്തസാക്ഷിത്വത്തെ കുറിച്ച് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കാതിരിക്കുകയും ചെയ്യുന്നത് പോലും അതൊരു അനിസ്ലാമികതയാണ് എന്ന് പഠിപ്പിക്കുന്ന പ്രവാചക ഭൂഖണ്ഡന്റെ പിന്നിൽ അണിനിരുന്ന ഒരു കൂട്ടർ എന്നുള്ള നിലക്ക് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനെ തീരുമാനിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ ഞാൻ പറയുന്നു, സമൂഹത്തിന്റെ വ്യത്യസ്ത അതിരുകളിൽ നിന്നും കോണുകളിൽ നിന്നും നമുക്ക് നേരെ വന്നുകൊണ്ടിരിക്കുന്ന ആക്രോശങ്ങൾക്ക് നേരെയുള്ള വെല്ലുവിളിയാണോ ഈ സമ്മേളനം എന്ന് നമ്മൾ അടയാളപ്പെടുത്തും. അഥവാ നിങ്ങളുടെ ക്യാമ്പസിന്റെ കവാടങ്ങളിൽ കപട സ്വാതന്ത്ര്യത്തിന്റെ ചെലവേറിയ ഏറ്റവും മനോഹരമായ സ്വാതന്ത്ര്യത്തിന്റെ ചിത്രങ്ങൾ വരച്ചിട്ടു നിങ്ങളെ കാത്തിരിക്കുന്ന ഇടത് ലിബറൽ അംഗളമാർക്ക് അതുപോലെ തന്നെ നിങ്ങളുടെ ഹിജാബും നിങ്ങളുടെ സ്വത്വവും അഴിച്ചു വെച്ചാൽ മാത്രം നിങ്ങളുടെ വിദ്യാഭ്യാസം അടക്കവും സാധ്യമാവുകയുള്ളൂ എന്ന് കൊഞ്ഞനം കൊത്തുന്ന കോഴിക്കോട്ടങ്ങാടിയിലെ പ്രൊവിഡൻസ് അടക്കമുള്ള സംഘപരിവാറിന്റെ ഹിന്ദുത്വ വംശീയത പേറുന്ന സ്ഥാപനങ്ങളോടുമുള്ള താക്കീതാണ് ഈ പൊതുസമ്മേളനം എന്ന് നിങ്ങൾ തെളിയിച്ചിരിക്കുന്നു എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. തീർച്ചയായും നമ്മൾ അവരോട് പ്രഖ്യാപിക്കുന്നതോ, നിങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കോ, അള്ളാഹുവിന്റെ തവക്കുൽ കൊണ്ട് ഞങ്ങൾ അതിനെ മറികടക്കുമെന്നാണ്. നിങ്ങൾ ഞങ്ങളുടെ മേൽ ഭീകരത ആരോപിക്കൂ, ഞങ്ങൾ ആ ഭീകര പ്രവർത്തനം തുടർന്നുകൊണ്ടേയിരിക്കുമെന്നാണ്. നിങ്ങൾ ഞങ്ങളെ അറുത്തുമാറ്റുക തന്നെ ചെയ്യൂ, ഞങ്ങൾ വേരുകളിലൂടെ പടരുമെന്നാണ്. ആ പ്രഖ്യാപനം കൂടിയാണോ ഈ സമ്മേളനം അവസാനിച്ചു പോകുമ്പോ GIO കോഴിക്കോടിന്റെ നഗരത്തോടും ഈ തെരുവോരങ്ങളോടും സംവദിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. തീർച്ചയായും ഈ സമ്മേളനം അത് ചരിത്രത്തിൽ ഐതിഹാസികമായി ഒരേടായി അത് വിലയിരുത്തപ്പെടും. തീർച്ചയായും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ ആഗ്രഹിക്കുന്നു, അതോ നമ്മളുള്ള കാലത്ത് തന്നെയും ഖുദ്സിന്റെ വിമോചനം സാധ്യമാവുകയും അത് കൺകുളിർമയോടെ അനുഭവിക്കാൻ കഴിയുകയും ആ കൺകുളിർമയുടെ നേരത്ത് ആ ഖുദ്സിന് വേണ്ടി എഴുന്നേറ്റ് നിന്ന ഒരു ചെറുപ്പം എനിക്കുണ്ടായിരുന്നു എന്ന് അഭിമാനിക്കാൻ കഴിയുന്ന ഒരു മനസ്സുമായി നമുക്ക് നാളെ നാഥനെ കണ്ടുമുട്ടാൻ കഴിയുന്ന ഒരവസ്ഥാവിശേഷം ഉണ്ടാകുമെന്നും അതിനുവേണ്ടി പ്രാർത്ഥനാപൂർവമായ ഒരു മടക്കത്തോടുകൂടി നമ്മൾ ഈ സമ്മേളന നഗരിയിൽ നിന്ന് പിരിഞ്ഞു പോകണമെന്നുമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആ തരത്തിൽ ഈ ഐതിഹാസികമായ സമ്മേളനത്തിന് സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ എല്ലാവിധ വിപ്ലവാഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.